2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം LDF നേടുമ്പോൾ BJPക്കെതിരെ വിമർശനം ഉന്നയിച്ചൊരു നേതാവുണ്ട്, ഒ രാജഗോപാൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: എല്ലാവരും സ്വപ്നയ്ക്കും സ്വർണ്ണക്കടത്തിനും പിന്നാലെ പോയി, സർക്കാർ വികസനത്തിന് പിന്നാലെ പോയി. ഇതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് പിടിക്കാനാവാതെ വന്നപ്പോൾ ഒ രാജഗോപാൽ പറഞ്ഞൊരു വാചകമാണ്, പ്രധാനപ്പെട്ട വാചകമാണ്. ഒ രാജഗോപാൽ പറഞ്ഞതിൻ്റെ ക്രെക്സ് എന്താ? എല്ലാവരും സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തു, ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തു, ഈന്തപ്പഴത്തിലെ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തു, ഖുറാനിലെ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തു. ജനങ്ങൾ വിശ്വസിച്ചത് ഈ കോവിഡ് കാലത്ത് തങ്ങളെ സംരക്ഷിച്ചു പിടിച്ച സർക്കാരിനെയാണ്. ജനങ്ങൾ സർക്കാരിനോടൊപ്പം പോയി. ആ തിരിച്ചറിവിലാണ് പിന്നീട് നാളിതുവരെ സ്വപ്ന സുരേഷ് എന്നൊരു വാചകം UDF വേണ്ടിയിട്ടില്ല. സ്വർണ്ണക്കടത്ത് എന്നൊരു കാര്യം ഒരു BJP നേതാവിനും ഇപ്പോൾ പറയണ്ട. കേസ് എന്താ, തീർന്നു പോയോ? കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ കേസുണ്ട്. ആ കേസിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിയ ചർച്ചകളാണ് അക്കാലത്ത് നടന്നതും ഈ സെലക്റ്റീവ് ലീക്കേജ് വഴി അന്നത്തെ അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയം കളിച്ചതും. എന്താ ഒരു BJP നേതാവിനും ഇപ്പോൾ സ്വപ്ന സുരേഷിനെ കുറിച്ച് പറയേണ്ടാത്തത്? എന്താണ് ഒരു കോൺഗ്രസ് നേതാവിനും ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയേണ്ടാത്തത്? എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതിൻ്റെ ഒറ്റ കാരണം ഈ ഒ രാജഗോപാലിൻ്റെ വിമർശനമായിരുന്നു. ആ വിമർശനം യഥാർത്ഥത്തിൽ പിന്നീട് സാധൂകരിച്ചതാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ സർക്കാരിൻ്റെ മുന്നിലുള്ള വജ്രായുധം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലോ വിവാദങ്ങളോ ഒന്നുമല്ല. വളരെ സൈലൻ്റായിട്ട് അവർ ചോദിക്കുന്നു. ഞാനൊരു പ്രചരണ വീഡിയോ കാണുകയായിരുന്നു. 10 വയസ്സുള്ളൊരു കുട്ടിയോട് പ്രചരണത്തിന് പോയ നേതാവ് ചോദിക്കുന്നു, മോനെ എന്താ പേര്? അവൻ പേര് പറയുന്നു. നിനക്ക് എത്ര വയസ്സായി? 10 വയസ്സ്. പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഇല്ല, കേട്ടിട്ടില്ല എന്ന് പറയുന്നു. ശരിയാണ്, കേരളത്തിൽ 10 വയസ്സുള്ളൊരു കുട്ടിക്ക് പവർ കട്ട് എന്നതിനെക്കുറിച്ച് കേൾക്കില്ല. അപ്പോൾ ഉടനെ പ്രചരണത്തിൻ്റെ ആളുകൾ പറയുന്നത് 10 വർഷമായി പവർ കട്ടില്ലാത്ത കേരളം, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ. എന്നിട്ട് PSC നിയമനത്തിൻ്റെ കാര്യത്തിൽ അവരൊരു കണക്ക് മുന്നോട്ട് വിടുകയാണ്. മൊത്തം കേരളത്തിൽ നടന്ന PSC നിയമനങ്ങൾ 9.5 വർഷം കൊണ്ട് 3,02,202 നിയമനങ്ങളാണ്. നോക്കണം, ഇന്ത്യയിൽ മൊത്തം മറ്റ് സംസ്ഥാനങ്ങളിലെ PSC നിയമനങ്ങളുടെ കണക്കെടുത്താൽ തത്തുല്യമായ കണക്ക് വരും. കേരളത്തിലെ ഒരൊറ്റ PSC നിയമനം, കേരളത്തിലെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടത്തിയ PSC നിയമനത്തിൻ്റെ കണക്ക്, ഒരു വർഷം 31,815 പേർക്കാണ് കേരള PSC നിയമനം കൊടുത്തത്. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു മാസം 2,651 പേർക്കാണ്, ഒരു ദിവസം 87 പേർക്ക് നിയമനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്. പറയുന്നത് ആരോടാ? ചെറുപ്പക്കാരോടാ. അപ്പോൾ നിയമന സ്തംഭനമില്ലാത്ത കേരളം, പവർ കട്ടില്ലാത്ത കേരളം, അതേപോലെ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിദരിദ്രരില്ലാത്ത കേരളം സമരം ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നു. കേരളത്തെ തോൽപ്പിക്കാൻ UPSCക്ക് പറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് പറ്റിയിട്ടുണ്ടോ? കേരളത്തിൻ്റെ ഇരട്ടിയിലേറെ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിനും ഗുജറാത്തിനും പറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കേരളം ഈ റെക്കോർഡ് നേടുന്നത്? കേരളത്തിലെ ആസ്പയറിംഗ് ആയ യൂത്തിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നിലവിൽ ഇതുവരെ നിയമന നിരോധനം വന്നിട്ടുണ്ടോ? ട്രഷറി നിരോധനമില്ലാത്ത 10 വർഷമല്ലേ കടന്നുപോയത്? ഏതെങ്കിലും മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത 10 വർഷമല്ലേ കടന്നുപോയത്? ഏതെങ്കിലും മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനോ അത് തെളിയിക്കാനോ വിജിലൻസിൻ്റെ ഒരു നോട്ടീസെങ്കിലും കൊടുക്കാനോ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അഴിമതി ഈ ആരോപണം മന്ത്രിക്കെതിരെ ഇല്ലാത്ത കേരളം 10 വർഷങ്ങൾ. ട്രഷറി ഏതെങ്കിലും തരത്തിൽ പൂട്ടിയതായിട്ട് കേട്ടോ? ട്രഷറി പൂട്ടിയിട്ട് ശമ്പള വിതരണം മുടങ്ങിയതായിട്ട് കേട്ടോ? എവിടെ? ട്രഷറി നിയന്ത്രണമല്ലേ? ട്രഷറി നിയന്ത്രണം സ്വാഭാവികമാണ്. എല്ലാ സമയത്തും എല്ലാ വർഷത്തിലും മാർച്ച് മാസം ഉണ്ടാവും. അങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, അങ്ങനെയായിരുന്നു AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത്. ശമ്പളമില്ലാതെ ഏതെങ്കിലും സർക്കാർ ജീവനക്കാർ ബുദ്ധിമുട്ടുണ്ട്. അതെ, ട്രഷറി നിയന്ത്രണമുണ്ട് സ്വാഭാവികമായി. പക്ഷേ ട്രഷറി അടച്ചിട്ടില്ല, ട്രഷറി പൂട്ടിയിട്ടില്ല. ട്രഷറി പൂട്ടാത്ത 10 വർഷങ്ങൾ, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, നിയമന നിരോധനമില്ലാത്ത 10 വർഷങ്ങൾ, ശരിയല്ലേ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പറയുന്നത്, കേരള സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആകെ 4,71,000 വീടല്ലേ വെച്ച് കൊടുത്തത്. അത്രയുമാണ് വെച്ച് കൊടുത്തത്. UDF 5,002 വീടുകളാണ് 5 വർഷം കൊണ്ട് വെച്ച് കൊടുത്തത്. ഈ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഇതാണ് യഥാർത്ഥത്തിലുള്ള വജ്രായുധമായി സർക്കാർ ഉപയോഗിക്കാൻ പോകുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ സർക്കാർ പോകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഒരിടത്തും ചർച്ചാ വിഷയമാക്കില്ല. കാരണം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര വലിയ ക്യാച്ചൊന്നുമല്ലെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവ വൈകൃതത്തിന് കോൺഗ്രസ് മറുപടി പറയേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സംഘടന ഉപയോഗിച്ച് ചെയ്തതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായി ചെയ്ത കാര്യം തന്നെയാണ്. പക്ഷേ അയാളെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി ചീഞ്ഞു നാറുന്നു എന്നുള്ളതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് സസ്പെൻഷനിലേക്ക് പോയത്. ഇപ്പോൾ K. സുധാകരൻ അദ്ദേഹത്തിൻ്റെ ഭാഗം മാത്രം കേട്ട് അദ്ദേഹത്തെ നിരപരാധിയായിട്ട് പ്രഖ്യാപിച്ചു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിക്ക് അതുണ്ടാക്കുന്ന വേദന എത്രത്തോളമാണ്? വീണ്ടും ഒരിക്കൽ കൂടി ആ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് K. സുധാകരൻ. അപ്പോൾ അതുകൊണ്ട് പാർട്ടി ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ പോയില്ല. ഇനി സ്വർണ്ണക്കൊള്ള,
ജനങ്ങൾ സ്വർണ്ണക്കൊള്ള ഈ സർക്കാർ സംഘടിതമായി നടത്തിയ കൊള്ളയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പകരം എന്താ, ഇത് വ്യക്തിപരമായി ചില ആളുകൾ നടത്തിയ സംഘടിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അതിലാണ് പത്മകുമാറിന്റെ കാര്യം വന്നിരിക്കുന്നത്. പത്മകുമാറിനെതിരെ നടപടിയെടുക്കുമെന്നാണ് ഞാനും ഇന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നടപടിയെടുത്തില്ല. അതിന് അവർ നൽകുന്ന വിശദീകരണം, നിലവിൽ ഭരണവീഴ്ചയ്ക്കും അപ്പുറത്തേക്കുള്ള മറ്റേത് തെളിവ് വന്നാലും ആ നിമിഷം പാർട്ടിയിൽ നിന്ന് അയാൾ പുറത്താണ് എന്നുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ അവസാനം ചോദിക്കാം. അപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പിന്നാലെയും ഈ സർക്കാർ പോകാൻ പോകുന്നില്ല. പകരം പോകാൻ പോകുന്നത് തങ്ങളുടെ മുന്നിലുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇക്കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ നോക്കൂ. അതിലൊരു തെരഞ്ഞെടുപ്പ് മധ്യപ്രദേശ് ലഡ്ലി ബഹന യോജന 1500 രൂപയാണ് അവസാനം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ സ്ത്രീകളുടെ കൈകളിലേക്ക് എത്തുന്നത്. അത് വാങ്ങിയാണ് BJPയെ ഭരണ തുടർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. ലഡ്ലി ബഹന യോജന എങ്ങനെയാണ് മധ്യപ്രദേശിൽ BJPക്ക് സഹായമായത്? എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ഫട്നവിസിന്റെ സർക്കാർ മധ്യപ്രദേശ് സർക്കാരിന്റെ അതേ മാതൃകയിൽ മാജി ലഡ്കി ബഹൻ യോജന 1500 രൂപയാണ് സ്ത്രീകളുടെ കൈകളിലേക്ക് കൊടുത്തത്. ചെറിയ കാര്യ. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ വീട്ടമ്മമാർക്ക് 1000 രൂപ വീതം മാസം കിട്ടാൻ പോവാണ്. 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ എത്ര പേരാണെന്നറിയോ? 32 ലക്ഷമാണ്. 32 lakhs. 32 ലക്ഷം സ്ത്രീകളുടെ കൈകളിലേക്ക് 1000 രൂപ വീതം കിട്ടാൻ പോവാണ്. തീർന്നില്ല. 64 ലക്ഷം ആളുകൾക്കാണ് ഈ 2000 രൂപ വീതം പ്രതിമാസ പെൻഷൻ കിട്ടുന്നത്. രണ്ടും കൂടി കണക്കൂട്ടി നോക്കിയേ എത്ര വരും? 64 + 32 96. 5 ലക്ഷം യുവാക്കൾക്ക് 1000 രൂപ വീതം പ്രതിമാസം ഗ്രാൻഡായിട്ട് കൊടുക്കാൻ പോവാണ്. സ്കോളർഷിപ്പ് പോലെ അവരുടെ പഠന കാലാവധിക്കും ഒപ്പം അവരുടെ ജോലിക്കുമിടയിലുള്ള കാലഘട്ടത്തിൽ കൊടുക്കാൻ പോവാണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക്. മൊത്തം കൂടി എത്രയായി? 1,03,1 ആളുകളുടെ 18 വയസ്സിന് മുകളിലുള്ള ഏകദേശം പാതിയോളം വരുന്ന മനുഷ്യർക്ക് മുഴുവൻ അവരുടെ കയ്യിൽ അവരുടെ ജീവസന്ധാരണത്തിന് വേണ്ടുന്ന മിനിമം തുക ഈ സർക്കാർ കൊടുക്കുകയാണ്. എപ്പോഴാണ് കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഈ സംസ്ഥാനത്തെ ഞെരുക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 57,000 കോടി രൂപയുടെ കുടിശ്ശിക അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ട വിഹിതം കൊടുക്കാതിരിക്കുമ്പോഴും ഇത് സംസ്ഥാന സർക്കാർ ചെയ്യുന്നു എന്നുള്ള കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടക്കം ചർച്ചയാവും. കാരണം അവിടെ ജനങ്ങൾക്കത് ബോധ്യമാവുന്നുണ്ട്. അത് മധ്യപ്രദേശിൻ്റെ തുടർച്ചയായി, മഹാരാഷ്ട്രയുടെ തുടർച്ചയായി, കേരളം കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വിമർശനം നടത്തിയ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഭയന്നിരിക്കുന്നതല്ലേ? വീടിൻ്റെ കാര്യം കോൺഗ്രസിന് സംസാരിക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസിന് ഏതെങ്കിലും ജനങ്ങളോട് പറയാൻ പറ്റും, നിങ്ങൾക്ക് വീട് വെച്ച് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അടുത്ത തവണ ചോദിക്കുന്നത് വയനാട്ടിൽ വീട് എവിടെ, വയനാട്ടിലെ വീടിന് സ്ഥലം എവിടെ എന്നുള്ള ചോദ്യമാണ്. ഇതിനുള്ള മറുപടിയിൽ സ്ഥലം പോലും കണ്ടെത്തിയിട്ടില്ല. അതിനവർ പറയുന്ന ന്യായം എന്താ? സാങ്കേതിക പ്രശ്നങ്ങളുണ്ടല്ലോ എന്നുള്ളതാണ്. ഇതേ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലത്തല്ലേ മുസ്ലിം ലീഗ് വീട് വെച്ച് തുടങ്ങിയത്? ഇതേ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലത്തല്ലേ സ്വകാര്യ ട്രസ്റ്റുകൾ വീട് വെച്ച് കൊടുത്തു തുടങ്ങിയത്? ഈ സർക്കാരിൻ്റെ ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വയനാട്ടിൽ 50ാമത്തെ വീടിൻ്റെ വാർപ്പ് പൂർത്തിയായി. അപ്പോഴാണ് കോൺഗ്രസിനോട് ചോദ്യം, നിങ്ങളുടെ 100 വീട് എവിടെ? സിദ്ധരാമയ്യ പറഞ്ഞ വീട്, രാഹുൽ ഗാന്ധി പറഞ്ഞ 100 വീട് എവിടെ? യൂത്ത് കോൺഗ്രസ് പറഞ്ഞ 100 വീട് എവിടെ? യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ? ആപ്പ് എവിടെ? ആപ്പും ഇല്ല, ഒരു കുന്തവുമില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ഇതുമായിട്ട് അങ്ങോട്ട് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ആളുകൾ തിരിഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ലാത്ത അവസ്ഥയെത്തുന്നു. അവിടെയാണ് പറയുക, നമ്മുടെ സ്വർണം കൊണ്ടുപോയ ആളുകൾ ചോദിക്കുന്നു. അപ്പോഴാണ് പെൻഷൻ വാങ്ങിയ അമ്മമാർ വന്ന് ഇവരെടുത്ത് പറയുന്നത്, പെൻഷൻ കിട്ടി, ഇവിടെ എനിക്കും കിട്ടി, എൻ്റെ മോക്കും കിട്ടി, എൻ്റെ ചെറുമകനും കിട്ടി, അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന അവസ്ഥയിലേക്കാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഈ സർക്കാരിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ വജ്രായുധമായിരിക്കും. വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് എത്രത്തോളം പോകുന്നോ അത്രത്തോളം അവർ പടുകുഴിയിലേക്കാണ് പോകുന്നത്. കാരണം അത് 2020 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ സ്വർണ്ണക്കടത്തിനും സ്വപ്നയ്ക്കും പിന്നാലെ പോയി, സർക്കാർ വികസനത്തിന് പിന്നാലെ ജനങ്ങളുടെ കാര്യം നോക്കിപ്പോയി, ജനങ്ങൾ ആ സർക്കാരിനോടൊപ്പം പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയും ഉള്ള ദിവസങ്ങളിലെങ്കിലും വളരെ ക്രിയാത്മകമായി എങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിന് എന്ത് ടൂളാണ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ളതെന്ന് അറിയില്ല. സ്വർണ്ണക്കള്ളയിൽ പിടിക്കണോ, തങ്ങളുടെ വാഗ്ദാനങ്ങളിൽ പിടിക്കണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇവിടെ ബാക്കി നിൽക്കുകയാണ്. 90,000 കോടി രൂപയുടെ കിഫ്ബിയുടെ വികസന പ്രോജക്റ്റ് ഉണ്ട്. അത് ഏകദേശം അത്രയും പ്രോജക്റ്റുകൾ ഓരോ പഞ്ചായത്തിലെയും അടക്കം പ്രോജക്റ്റുകളാണ് കൊണ്ടുവന്നത്. ഒരു വർഷം 10,000 കോടിയുടെ പ്രോജക്റ്റാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. 35,000 കോടി രൂപ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി കിഫ്ബി വഴി കൊടുത്തിട്ടുണ്ട്. ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും പോകുന്ന റോഡുകളാണ് തദ്ദേശ വികസനത്തിന്റെ ഭാഗമായി. 60% കേരളത്തിലെ റോഡുകൾ ഉന്നത ഗുണനിലവാരത്തിലുള്ള BMC റോഡുകളാണ്. ആ റോഡുകളിലൂടെ സഞ്ചരിക്കുന്നവർ വോട്ട് ചെയ്യാതിരിക്കുമോ? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഹൈടെക്കും സ്മാർട്ട് ക്ലാസ് റൂമുമാക്കി മാറ്റാൻ നടത്തിയ നീക്കങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്ന രക്ഷിതാക്കൾ സർക്കാർ നോട്ട് ചെയ്യാതിരിക്കുമോ? ഇതൊക്കെയാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്ന ഘടകം. BJPയുടെ കാര്യം ഞാൻ പറയുന്നില്ല. BJP വോട്ട് നില വർദ്ധിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരിക്കും. ശ്രീലേഖയെ പോലുള്ളവരെയൊക്കെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിർത്തുന്നത്. ഈ ദിലീപ് ഉൾപ്പെട്ട ഒരു കേസിൽ ദിലീപിന് അനുകൂലമായി യൂട്യൂബിൽ സംസാരിച്ച ശ്രീലേഖയാണ് ഈ 8-ാം തീയതി യുവതി നടിയെ ആക്രമിച്ച കേസിലെ വിധി വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്ത്രമംഗലത്ത് നിന്ന് വിധി തേടാൻ പോകുന്നത്. ഇവിടെ പരസ്യമായി വന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്
ദിലീപിനെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ താമര ചിഹ്നത്തിൽ ശാസ്താമംഗലത്ത് മത്സരിക്കുന്ന ശ്രീലേഖ എന്ന് പറയുന്ന ആളാണ്. അത് BJP ചെറുതായിട്ടാണോ പ്രതിരോധത്തിലാക്കാൻ പോകുന്നത്? 8-ാം തീയതി വിധി വരുമ്പോൾ തിരിച്ചാണ് വിധിയെങ്കിൽ എങ്ങനെ വിധി വന്നാലും അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല. അപ്പം അത് തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിവാദങ്ങളുടെ പിന്നാലെയല്ല എന്നുള്ള ചോദ്യം. സുജയ്ക്ക് എന്തോ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കാൻ വന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മാത്രം നമ്മൾ ഈ പാർട്ടിതല അന്വേഷണം ഒന്നും കണ്ടില്ല. ജില്ലാ കമ്മിറ്റിയിലെ റിപ്പോർട്ടിംഗ് മാത്രമേ കണ്ടുള്ളൂ. കാരണം TP കേസിൽ പോലും സ്വന്തം അന്വേഷണം നടത്തുന്നു. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട മണ്ണ് കടത്തൽ 2 ലക്ഷം അതിലും 3 അംഗ കമ്മിറ്റിയെ വെച്ചിട്ട് അന്വേഷണം നടത്തി 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നു. പക്ഷേ സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് അന്വേഷിക്കേണ്ടതെന്നുള്ള ഒരു അതിലെ പ്രതികൾ രണ്ടുപേര് CPM-മാർ പോലുമല്ല. അതിലെ 2 പ്രതികൾ കോൺഗ്രസ് UDF സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. അവരെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കാൻ കഴിയില്ല. മാത്രമല്ല അതിനേക്കാൾ മികച്ച രീതിയിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണം നടക്കുകയാണ്. SIT ചാർജ് ഷീറ്റ് കൊടുക്കട്ടെ. അതാണെന്ന് പറഞ്ഞത്. ആ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ അതുമായി അങ്ങനെയല്ലല്ലോ അതിനകത്ത് പാർട്ടി നടപടിയെ കുറിച്ച് അറിയത്തുണ്ട്. ഏതൊരു വിഷയമാണെങ്കിലും പാർട്ടിക്ക് ഒരു കൺട്രോൾ കമ്മീഷൻ അടക്കമുണ്ട്. കൺട്രോൾ കമ്മീഷൻ എങ്ങനെ വരുന്നത്? പാർട്ടിക്ക് തെറ്റായ ഒരു നടപടി അകത്തുള്ള പരിപാടിയാണ്. പാർട്ടിക്ക് തെറ്റായ നടപടി ഉണ്ടായാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ഏത് കുറ്റം ചെയ്തതാണെങ്കിലും അത് പാർട്ടിക്ക് ബോധ്യപ്പെടുക എന്നുള്ള രീതിയുണ്ട്. അതാണ് പാർട്ടിയുടെ സംഘടനാപരമായ രീതി. അതിനൊരു കൺട്രോൾ കമ്മീഷനുണ്ട്. ആ കൺട്രോൾ കമ്മീഷനിലേക്ക് പരാതി കൊടുക്കാം. തെറ്റായി അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുണ്ടെങ്കിൽ കൺട്രോൾ കമ്മീഷന് പരാതി കൊടുക്കാം. അതാണ് അത്. മറ്റ് ഈ സംവിധാനങ്ങളൊന്നുമില്ലാത്ത പാർട്ടിക്ക് ഇതൊക്കെ പറയാം. ഒരു നേതാവിരുന്ന് തീരുമാനിക്കുന്നു പോരട്ടെ, ഒരു നേതാവ് പറയുന്നു പോട്ടെ. അതല്ല ഈ പാർട്ടിയുടെ നിലപാട്. അത് കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിനൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ജയിലിൽ പോയ ഒരാളെ സസ്പെൻഡ് ചെയ്യാൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു പൊതുബോധ്യത്തെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതിൽ നിന്നിപ്പോൾ നിങ്ങൾ വിട്ടയച്ചു കഴിഞ്ഞാൽ അയാൾ സമൂഹ മധ്യത്തിൽ എത്രത്തോളം മാധ്യമങ്ങൾ വിചാരണ ചെയ്യുന്നത് പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിക്ക് അയാൾ ആ കുറ്റം ചെയ്ത് സസ്പെൻഡ് ചെയ്യാൻ പോലും അയാളെ കൂടി കേൾക്കുക എന്നുള്ളത് ആ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതല്ലെങ്കിൽ ഒരു തെളിവ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ ഒരു രേഖ പുറത്തു വന്നാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പാർട്ടി പത്മകുമാറിനെ സംരക്ഷിക്കില്ല. പക്ഷേ അതിന് പാർട്ടി ഒരു അവസരം കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ പാർട്ടിക്ക് അത് ചെയ്യാമായിരുന്നു, പൊതുബോധ്യത്തെ തൃപ്തിപ്പെടുത്താൻ. പക്ഷേ അതല്ലല്ലോ ഒരു പാർട്ടിയുടെ രീതി എന്ന് പറയുന്നത്.